അഴിമതി കേസിൽ പ്രതിയായ ആർ ചന്ദ്രശേഖരൻ INTUC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് INTUC സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി. KPCC ഇനിയും മൗനം തുടരുന്നതിൽ അർത്ഥമില്ല. KPCC നിർവാഹക സമിതി അംഗത്തിൽ നിന്നും AICC അംഗത്തിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്നും സംസ്ഥാന ചെയർമാൻ RM പരമേശ്വരൻ ആവശ്യപ്പെട്ടു. അധികാര കസേരയിൽ കടിച്ചു തൂങ്ങുന്ന സമീപനമാണ് ആർ ചന്ദ്രശേഖരൻ സ്വീകരിച്ചതെന്നും പരമേശ്വരൻ തുറന്നടിച്ചു. ഇദ്ദേഹവുമായി വേദി പങ്കിടരുത് എന്ന് എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ലേബർ മിനിസ്റ്റർ അദ്ദേഹത്തെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായിട്ട് വാർത്ത വന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട റോളിലിരിക്കുന്ന ആൾക്ക്, ഭരണകക്ഷിയിൽപ്പെട്ട ഒരാൾക്ക് നമ്മുടെ മന്ത്രിമാരുടെ ഓഫീസിൽ പോലും ചെന്ന് കയറാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. മാത്രമല്ല, ഇനി KPCC ഇത് നമ്മൾ ആദ്യമായി ആവശ്യപ്പെടുകയാണ്. KPCC ഇനി മൗനം ഭജിക്കുന്നതിൽ അർത്ഥമില്ല. KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന സ്ഥാനം അദ്ദേഹത്തിനുള്ളത് INTUCയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ്. അടിയന്തരമായി KPCC എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്ത് അദ്ദേഹത്തെ നീക്കം ചെയ്യണം. AICCയുടെ മെമ്പർ എന്ന സ്ഥാനം കൊടുത്തിട്ടുള്ളതും INTUCയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ്, തെരഞ്ഞെടുക്കപ്പെട്ട AICC മെമ്പർ അല്ല. ആ രണ്ട് സ്ഥാനങ്ങളിൽ നിന്നും അടിയന്തരമായി പാർട്ടി അദ്ദേഹത്തെ നീക്കണം എന്നുകൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. INTUCയിൽ നിന്ന് തന്നെ ആർ ചന്ദ്രശേഖരന് വിമർശനം ഉയരുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി തന്നെ അദ്ദേഹത്തെ മാറി നിൽക്കണം എന്ന് പറയുകയാണ്. KPCC ഇനിയും മൗനം തുടരുന്നതിൽ അർത്ഥമില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ദിലീപ് നൽകും കൂടുതൽ വിവരങ്ങൾ. ദിലീപ്, അധികാര കസേരയിൽ കടിച്ചു തൂങ്ങുകയാണ് ചന്ദ്രശേഖരൻ എന്നാണ് ഇപ്പോൾ പറയുന്നതല്ലേ? വിവരങ്ങൾ. അമൽ, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ പ്രസിഡന്റായ ആർ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെക്കണമെന്നടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഇന്ന് സംസ്ഥാന സമിതി ചെയർമാനായ RM പരമേശ്വരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അതായത് കശുവണ്ടിയുടെ ആ ഒരു വികസന കോർപ്പറേഷൻ, കശുവണ്ടിയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളെ വളരെ അതായത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അർഹത, അതായത് INTUCയുടെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ പരമോന്നത ബഹുമതിയുള്ള ഒരു സ്ഥാനമാണ്. അതിലൊരു തൊഴിലാളി പ്രസ്ഥാനത്തിൽ ഇത്രയും ഒരു അഴിമതി നടത്തിയ വ്യക്തിക്ക് ആ സ്ഥാനത്തിരിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് മുന്നോട്ട് പോകാൻ അർഹനല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചതും. അതോടൊപ്പം തന്നെ ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത് പോലും UDFിലെ ഒരു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചതും. എന്തായാലും INTUCയുടെ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ല എന്നടക്കമുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയത്. അദ്ദേഹം ഇപ്പോഴും താൻ അഴിമതി നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നതും. എന്തായാലും INTUCയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി തന്നെ ഇത്തരത്തിൽ ശക്തമായ രീതിയിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആർ ചന്ദ്രശേഖരൻ ഇതിനെ എങ്ങനെയാണ് തുറന്നു കാട്ടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ്. അതോടൊപ്പം തന്നെ ആർ പരമേശ്വരൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും, ഇനി അതായത് അദ്ദേഹം എന്ത് പ്രതികരണം നടത്തിയാലും കോൺഗ്രസിനോ UDFിനോ INTUCക്കോ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം RM പരമേശ്വരൻ അവസാനിപ്പിച്ചത്. അമൽ.